നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന രണ്ട് മണ്ഡലങ്ങൾ ആയിരുന്നു. ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് ആറ്റിങ്ങൽ നിയോജക മണ്ഡലമാണ്. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് കെ മുരളീധരനാണ്. ഇവിടെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശായിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത്. രണ്ടു പേർക്കും ഈ മണ്ഡലങ്ങളിൽ വലിയ വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ ഇടതുകോട്ടയായിട്ടുള്ള വടകരയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി എത്തുകയും സി പി എമ്മിലെ കണ്ണൂരിലെ കരുത്തനായിട്ടുള്ള പി ജയരാജനെ തോൽപ്പിക്കുകയും ചെയ്തു. അത് ചരിത്രമായി നമ്മുടെ മുമ്പിലുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു അന്ന് കെ മുരളീധരൻ അന്ന് വടകരയിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ്. അതുപോലെ അന്ന് ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ ഇടതുകോട്ടയായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ്. ആ ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കുവാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയുടെ MLA ആയിരുന്ന അടൂർ പ്രകാശിനെയാണ് UDF അന്ന് ഇറക്കിയത്. അന്ന് ഇതുപോലെ പ്രവചനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആറ്റിങ്ങലിലെ സിറ്റിംഗ് MP ആയിട്ടുള്ള സമ്പത്തിനെ തോൽപ്പിച്ചുകൊണ്ട് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ UDFന് വേണ്ടിയിട്ട് ആ ആറ്റിങ്ങലിനെ തിരിച്ചു പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. വർഷങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അപ്രതീക്ഷിതമായിട്ട് അടൂർ പ്രകാശിലൂടെ UDFന് സ്വന്തമാവുകയായിരുന്നു. അത് 2019 കണ്ട കാഴ്ചയാണ്. ആറ്റിങ്ങലിൽ നിന്ന് MP ആയ ശേഷം കോന്നിയുടെ MLA സ്ഥാനം അടൂർ പ്രകാശ് രാജിവെക്കുകയായിരുന്നു. അടൂർ പ്രകാശ് പാർലമെൻറ്റിലേക്ക് പോയ ശേഷം പിന്നീട് ഒരിക്കൽ പോലും കോന്നി നിയമസഭാ മണ്ഡലം UDFന് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അവിടുത്തെ ആൾക്കാർ. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കോന്നി അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാവുകയും ചെയ്തു. അതുപോലെയാണ് മുരളീധരനും സംഭവിച്ചത്. മുരളീധരൻ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആരും വടകരയിൽ മത്സരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വട്ടിയൂർക്കാവിൻ്റെ MLA ആയിരുന്നിട്ടുള്ള മുരളീധരനെ വടകരയിലെത്തിച്ച് മത്സരിപ്പിച്ചത്. വടകരയിൽ നിന്ന് ജയിച്ച് മുരളീധരൻ MP ആയപ്പോൾ അദ്ദേഹം ഈ വട്ടിയൂർക്കാവിൻ്റെ MLA പദവി എന്ന് പറയപ്പെടുന്ന അദ്ദേഹം രാജിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. തുടർന്ന് വട്ടിയൂർക്കാവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. മുരളീധരന് ശേഷം ഒരു കോൺഗ്രസ് നേതാവിനും പിന്നീട് വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കുവാനും വിജയിക്കുവാനും കഴിയാതായിപ്പോയി. കോൺഗ്രസ് ഭൂരിപക്ഷ മണ്ഡലമായിരുന്ന വട്ടിയൂർക്കാവ് പിന്നീട് LDFൻ്റെ കോട്ടയായി മാറുകയും ഇപ്പോൾ അവിടെ LDFൻ്റെ ഒരു MLA സ്ഥിര സാന്നിധ്യമാവുകയും ചെയ്യുന്നു. ഒരിക്കൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മൂന്നാമതായി പോയ നിയമസഭാ മണ്ഡലമായിരുന്നു ഈ വട്ടിയൂർക്കാവ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതായത് UDFിലെ കെ മുരളീധരൻ അവിടെ ഒന്നാമതായി എത്തിയ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തന്നെ കുമ്മനം രാജശേഖരനായിരുന്നു അന്ന് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു. CPMലെ TN സീമ അന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ചരിത്രമെന്ന്. അവിടമാണ് മുരളീധരൻ പോയപ്പോൾ CPM ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും മറന്നുപോകരുത്. വടകരയിലെ MP ആയിരുന്ന കെ മുരളീധരൻ ഇപ്രാവശ്യവും അപ്രതീക്ഷിതമായിട്ടാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെത്തുന്നതും അവിടെ മത്സരിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നതും സ്ഥാനാർത്ഥിയാകുന്നത്. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നടൻ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള തരത്തിലുള്ള വലിയ ഒരു രീതിയിലുള്ള പ്രചരണമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂരിലെ നിലവിലെ MP ആയിട്ടുള്ള TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിയാക്കി മാറ്റി പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ വടകരയിൽ മുരളീധരൻ വിജയിക്കുമെന്നുള്ളതാണ്. പാലക്കാട് MLA ആയിരുന്നിട്ടുള്ള ഷാഫി പറമ്പിലിനെ വടകരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരികയും ചെയ്തു UDF എന്നുള്ളതാണ്. എന്തായാലും UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തിയുള്ള തൃശ്ശൂരിൽ വാശിയേറിയ ഒരു ത്രികോണ മത്സരം അല്ലെങ്കിൽ ഒരു ത്രികോണ പോരാട്ടത്തിന് തിരിതെളിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കെ മുരളീധരൻ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് ഒരു അവസ്ഥയെങ്കിലും സുരേഷ് ഗോപിയും തൃശ്ശൂരിൽ നല്ല മുന്നേറ്റം തന്നെയാണ് നടത്തിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചില വോട്ടുകളിലെ വ്യത്യാസങ്ങൾ അവിടെ അവർക്ക് പാളിച്ചുണ്ടാക്കാം. ഇടതുമുന്നണിയുടെ VS സുനിൽകുമാറും നല്ല സ്ഥാനാർത്ഥി തന്നെയായിരുന്നു തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ പോലൊരു നല്ല സ്ഥാനാർത്ഥിക്ക് UDF പാളയത്തിൽ നിന്ന് ജയിക്കാനായില്ല എങ്കിൽ മറ്റാർക്കും അത് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കെ മുരളീധരൻ അത്ര സ്ട്രോങ് ആണ്. ഇനി അഥവാ കെ മുരളീധരൻ തൃശ്ശൂരിൽ പരാജയപ്പെട്ടാലും ആ നഷ്ടം മുരളീധരനായിരിക്കില്ല, പകരം അത് കോൺഗ്രസിന് മാത്രമായിരിക്കുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ കെ മുരളീധരൻ തന്നെ അവിടെ വീണ്ടും ഇറങ്ങേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും ജനകീയനാണ്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ വിജയിച്ച് UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ ഒക്കെ കെ മുരളീധരൻ്റെ കൈകളിൽ ഭദ്രമാണ്. അത് കാത്തിരിക്കുന്നത് അതാണെന്ന് പറയേണ്ടി വരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മുരളീധരനെ പോലുള്ളവർ ഇപ്പോൾ ഈ കേരളത്തിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഈ ഇവരൊക്കെ MP ആയി പോകുന്നതിനെക്കാളും നല്ല കേരളത്തിൽ നിൽക്കുന്നതാണ്.
നിലവിൽ കോന്നിയിലും സമാനമായിട്ടുള്ള രീതിയിലാണ് അടൂർ പ്രകാശിൻ്റെ കാര്യവും. കാരണം ആറ്റിങ്ങലിൽ UDFന് കിട്ടാവുന്ന ഏറ്റവും കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അടൂർ പ്രകാശ്. അദ്ദേഹത്തിലൂടെ ഇക്കുറിയും ആറ്റിങ്ങൽ വീണ്ടും തിരിച്ചു പിടിക്കാനായില്ല എങ്കിൽ പിന്നെ ഇനി ആർക്കും അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അതാണ് ആറ്റിങ്ങലിൻ്റെ ഒരു ചരിത്രമെന്ന് പറയപ്പെടുന്നത്. അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ തോറ്റാൽ നഷ്ടം കോൺഗ്രസിനും UDFനും മാത്രമായിരിക്കും. അല്ലാതെ അടൂർ പ്രകാശിന് ഒരിക്കലും അത്തരത്തിലൊരു നഷ്ടമുണ്ടാവില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട കോന്നി തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പിടിച്ചെടുക്കണമെങ്കിൽ അവിടെ ഈ അടൂർ പ്രകാശിനെ തന്നെ ഇറക്കേണ്ടി വരും. അതാണ് പ്രത്യേകത. വേറെ ആരിറങ്ങിയാലും കോന്നി തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോന്നിയിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അടൂർ പ്രകാശ് വിജയിച്ചാൽ UDF അധികാരത്തിലെത്തുക കൂടി ചെയ്യുകയാണെങ്കിൽ അടൂർ പ്രകാശും ഒരു മന്ത്രിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ആദ്യമേ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ മുരളീധരനും അടൂർ പ്രകാശും തോറ്റാൽ നഷ്ടമെന്ന് പറയപ്പെടുന്ന അവർക്ക് രണ്ടുപേർക്കുമല്ല, UDFനും കോൺഗ്രസിനും മാത്രമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ മുഖമാണ്. വട്ടിയൂർക്കാവിൽ മുരളീധരനും കോന്നിയിൽ അടൂർ പ്രകാശും. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ഇവിടെ തൃശ്ശൂരിൽ മുരളീധരനും. തൃശ്ശൂരിൽ മുരളീധരൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ MP ആയിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക്, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം ഡൽഹിയിലേക്ക്. പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരം ലഭിക്കുന്ന ഒരു സാഹചര്യവും അത്തരത്തിലൊരു സ്ഥിതിവിശേഷവും 2026 ഇവിടെ ഉണ്ടാകുമ്പോൾ അന്ന് പക്ഷേ ഈ K മുരളീധരനും അടൂർ പ്രകാശും വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം അവർ വരേണ്ടതുണ്ട്. വട്ടിയൂർക്കാവിൽ K മുരളീധരന് പകരം വയ്ക്കാൻ മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവില്ല. അടൂർ പ്രകാശിനെ പോലെ മറ്റൊരു നേതാവ് കോന്നിയിലുമില്ല. അങ്ങനെ കോൺഗ്രസിന് പകരം വയ്ക്കാനില്ലാത്ത രണ്ട് നേതാക്കളാണ്, ഒന്ന് K മുരളീധരനും മറ്റൊന്ന് അടൂർ പ്രകാശും. K മുരളീധരനും അടൂർ പ്രകാശും വട്ടിയൂർക്കാവിലും കോന്നിയിലും മത്സരിച്ച് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും മന്ത്രിമാരാകും. K മുരളീധരന് മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യത വരെയുണ്ട്. അങ്ങനെയുള്ള വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിത്വങ്ങളാണ്, ജനകീയ അടിത്തറയുള്ള വ്യക്തിത്വങ്ങളാണ്, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാക്കളാണ് K മുരളീധരനും അടൂർ പ്രകാശും. വരും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുഖങ്ങളാകും ഇവർ രണ്ടുപേരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ K മുരളീധരനും അടൂർ പ്രകാശും ലോക്സഭയിൽ ആറ്റിങ്ങലിലും തൃശ്ശൂരിലും ഇവരെ വിജയിപ്പിക്കുവാൻ കോൺഗ്രസിനായില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം K മുരളീധരനോ അടൂർ പ്രകാശിനോ അല്ല, കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്.